ഓക്കെ, സോ പോക്കോ നമുക്കൊരു വലിയ പെട്ടിയാണ് അയച്ചു തന്നിരിക്കുന്നത്. ഈ നിധി കിട്ടുന്ന പെട്ടിയൊക്കെ ഉണ്ടല്ലോ, ട്രഷർ ചെസ്റ്റ്, അതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഇത് അൺബോക്സ് ചെയ്യാം. പെട്ടിക്കുള്ളിൽ ചെറിയൊരു പെട്ടി, ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബോക്സ്. ഓപ്പൺ ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽ, TPU കേസ്, 22.5 വാട്ടിൻ്റെ ചാർജിങ്, ടൈപ്പ് സി ചാർജിങ് കേബിൾ. സോ മൊത്തം ഒരു ഒരു യെല്ലോ മയമാണ്. വലിയ ബോക്സും യെല്ലോ ആയിരുന്നു, എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞി ബോക്സും യെല്ലോ, ഫോണും യെല്ലോ ആണ്. എനിവേ, സോ ഇതാണ് നമ്മുടെ പോക്കോയുടെ പോക്കോ M5. ഇതിൻ്റെ ഫീച്ചർ സ്പെസിഫിക്കേഷൻസ് പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ പോക്കോയുടെ ഈ ബഡ്ജറ്റ് മിഡ് റേഞ്ച് ഫോൺസിൽ കണ്ടുവരുന്ന ഒരു വലിയ ക്യാമറ മോഡൽ ഡിസൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ബാക്ക് പാനൽ ഉണ്ടല്ലോ, ഒരു ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ വില കൂടിയ പ്രീമിയം ഫോൺസിൽ ലെതർ ബാക്ക് ഒക്കെ വരുമല്ലോ. സോ ഇത് ബാക്ക് ലെതർ അല്ല കേട്ടോ, ബാക്കും ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഡിസൈൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലെതർ ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. 200 ഗ്രാം ആണ് വെയിറ്റ്, 8.9 mm ആണ് തിക്നെസ്. സോ നോർമലി ഈ പ്രൈസ് സെഗ്മെന്റിൽ, ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഫോൺസിൽ ഉള്ള ഒരു വെയിറ്റും തിക്നെസ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. 3 കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സോ ഇതാണ് യെല്ലോ, പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട് ആൻഡ് ബ്ലൂ. ഫോണിന്റെ മേളിൽ ഹെഡ്ഫോൺ ജാക്ക്, IR ബ്ലാസ്റ്റർ, റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ, താഴെ മൈക്ക്, ടൈപ്പ് സി USB പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. 2+1 സിം സ്ലോട്ട് ഉണ്ട്. സോ ഒരു മൈക്രോ SD കാർഡും 2 സിം കാർഡുകൾ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. 6.58 ഇഞ്ചിന്റെ ഫുൾ HD+ 90 Hz പാനലാണ് വരുന്നത്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. IPS LCD പാനലാണ്. ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ പ്രൈസ് പോയിന്റിൽ, ബഡ്ജറ്റ് പ്രൈസ് കാറ്റഗറി, എനിക്ക് ഇതിന്റെ കറക്റ്റ് പ്രൈസ് അറിയില്ല കേട്ടോ, കാരണം ലോഞ്ചിന് മുന്നേ ആണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു 10,000, 11,000, 12,000, അതായത് ഇപ്പോഴത്തെ ബഡ്ജറ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ 12,000 റുപ്പീസ് ആണ്. സോ ആ മിക്കവാറും ആ ഒരു പ്രൈസ് ഓഫറൊക്കെ ചേർത്ത് ആ ഒരു പ്രൈസിലായിരിക്കും വരാൻ പോകുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒന്നെങ്കിൽ ഹയർ റിഫ്രഷ് റേറ്റ് ഉള്ള IPS LCD പാനൽ, അല്ലെങ്കിൽ 60 Hz AMOLED പാനലാണ് വരുന്നത്. ഇവിടെ 90 Hz IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. സ്പെഷ്യലി ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേ ഈസ് ഫൈൻ. അത്യാവശ്യം ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. ബഡ്ജറ്റ് ഫോൺസിൽ കണ്ടുവരുന്ന ആ ഒരു ബ്രൈറ്റ്നസ് ഇവിടെയും വരുന്നുണ്ട്. പോക്കോ ആയതുകൊണ്ട് ഞാനൊരു പഞ്ച് ഹോൾ കട്ടൗട്ട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ടാവാം ഇവിടെ ആ ഒരു ഡ്യൂ ഡ്രോപ്പ് നോച്ച് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ഉണ്ടല്ലോ, പോക്കോ M3 ഓർമ്മയുണ്ടോ? ആ ഒരു ഫോണിൻ്റെ നെക്സ്റ്റ് പതിപ്പാണ്. കാരണം പോക്കോ M4ൽ പോക്കോ M4 4G ഇല്ലായിരുന്നു, പോക്കോ M4 5G മാത്രമായിരുന്നു. സോ പോക്കോ പറയുന്നതനുസരിച്ച് ദിസ് ഈസ് ദ നെക്സ്റ്റ് വെർഷൻ ഓഫ് പോക്കോ M3. അവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ പോക്കോ M4 സീരീസിൽ പോക്കോ M4 4G ആയിട്ട് ഇറക്കാമായിരുന്നു. പോക്കോ M5ലാണ് ഇറക്കിയിരിക്കുന്നത്. വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫുൾ HD സ്ട്രീമിംഗ് 1080pയിൽ നിങ്ങൾക്ക് ഏത് OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും സ്ട്രീം ചെയ്യാൻ പറ്റും. ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സോ പോക്കോ M3ലും സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കർ ആയിരുന്നു. ഓൾമോസ്റ്റ് സെയിം സെറ്റപ്പിലാണ് പോക്കോ M3 വന്നത്. സോ ഇവിടെ അങ്ങനെ ഭയങ്കരമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് ഞാൻ അവസാനം സംസാരിക്കാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, ഫേസ് അൺലോക്ക്, രണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പക്ഷേ ആകെയുള്ളത് യൂസ്ഫുൾ ക്യാമറ ഒന്നേ ഉള്ളൂ, 50 മെഗാ പിക്സൽ. ബാക്കി 2 2+2 ആണ്. 2ന്റെ മാക്രോ, പിന്നെ 2ന്റെ ഡെപ്ത്. 1080p 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും 1080p 30 FPS ആണ് മാക്സിമം സെൽഫി റെസൊല്യൂഷൻ. എനിക്കിതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഓക്കെ ആയിട്ട് തോന്നി. അതായത് നമ്മൾ പോക്കോയുടെ ചില മിഡ് റേഞ്ച് ഫോൺസ് ഈ വർഷം അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ സ്കിൻ ടോണും പിന്നെ എവിടെയൊക്കെയോ ചെറിയ രീതിയിലുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സ്കിൻ ടോണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ, പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബഡ്ജറ്റ് കാറ്റഗറീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് തരുന്നുണ്ട്. നോർമലി പോക്കോ ഫോൺസിൽ ഭയങ്കര കോൺട്രാസ്റ്റ് ഇമേജ് ആയിരിക്കും. അതായത് കോൺട്രാസ്റ്റ് കൂട്ടിയിട്ട് ഷാഡോസിലൊക്കെ ഡീറ്റെയിൽസ് കുറവായിരിക്കും. ആ ഒരു കോൺട്രാസ്റ്റ് സെറ്റപ്പ് അവർ മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി ബെറ്റർ ഡൈനാമിക് റേഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ 50 മെഗാ പിക്സലിലെ സാംസങ്ങിൻ്റെ JN1 സെൻസറാണ്. നോർമലി ബഡ്ജറ്റ് ഫോൺസിൽ വരുന്ന സെൻസറാണ്. ആ ഒരു ഡീറ്റെയിൽസും ആ ഒരു കളർ പ്രോസസ്സിംഗ് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആയതുകൊണ്ടും ഡീറ്റെയിൽസ് ഒക്കെ ഡീസൻറ്റ് ആവറേജ് ആണ്. ഓക്കെ, അതായത് ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് അത്രയേ ഉള്ളൂ. ചില ഫോട്ടോസിൽ നല്ല ഷാർപ്പണിങ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു ഡീറ്റെയിൽസ് കൂട്ടാൻ വേണ്ടിയാണോ എന്നറിയില്ല. ചില ഫോട്ടോസിൽ ഷാർപ്പണിങ് ഉണ്ട്. പക്ഷേ എന്തായാലും ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫേസിൻ്റെ കളറും സ്കിൻ ടോണൊക്കെ അത്യാവശ്യം ഡീസൻ്റായ രീതിയിൽ തന്നെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും ജഡ്ജ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് താഴെ അറിയിക്കുക എങ്ങനെയുണ്ട് ക്യാമറ പെർഫോമൻസ്. വീഡിയോ സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ടിപ്പിക്കൽ ബഡ്ജറ്റ് ക്യാമറയുടെ ഫീൽ വരുന്നുണ്ട്, ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൻ്റെ ഫീൽ വരുന്നുണ്ട്. അതായത് കളേഴ്സ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും വളരെ ആവറേജ് ആണ്. 4GB 64GB 6
6GB 128GB ആണ് 2 റാം സ്റ്റോറേജ് വേരിയൻസ്. LPDDR4X റാം UFS 2.2 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെ ആണ്. പിന്നെ റാം എക്സ്റ്റൻഷൻ ഫീച്ചറും വരുന്നുണ്ട്. സോ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പോക്കോ പറയുന്നതനുസരിച്ച് ഇതിലുള്ള പ്രൊസസ്സറാണ്. അതായത് മീഡിയാടെക്കിന്റെ ലേറ്റസ്റ്റ് മീഡിയാടെക് ഹീലിയോ G99 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ G90 സീരീസിൽ ആദ്യം G90 വന്നു, പിന്നെ G90T, G95, G96, ഇപ്പോൾ G99 വന്നിരിക്കുകയാണ്. ഈ ഒരു ചിപ്സെറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 6 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. ബാക്കിയെല്ലാം G90 സീരീസിൽ വന്ന ബാക്കിയെല്ലാം ചിപ്സെറ്റുകളും 12 നാനോമീറ്റർ 12 നാനോമീറ്റർ ചിപ്സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ ഹീറ്റ് എഫിഷ്യൻസി, പിന്നെ കുറച്ചും കൂടി ബെറ്റർ ഹീറ്റ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലെസ് ഹീറ്റിംഗ്, പിന്നെ കുറച്ചും കൂടി ബെറ്റർ ബാറ്ററി എഫിഷ്യൻസി, ബാറ്ററി കുറച്ചും കൂടി നിൽക്കുമെന്നാണ് മീഡിയാടെക്കും പിന്നെ പോക്കോയും പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചിപ്സെറ്റിന്റെ സ്പെസിഫിക്കേഷൻസ് കാണുമ്പോഴും ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 700 ചിപ്സെറ്റ് ഉണ്ടല്ലോ, അതൊരു 5G ചിപ്സെറ്റ് ആണ്, ഇത് 4G ആണ്. സോ അവിടെ 5G മോഡും ഉണ്ട്, ഇവിടെ 4G മോഡുമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി പെർഫോമൻസും പിന്നെ അത് 7 നാനോമീറ്റർ 6 നാനോമീറ്റർ ആണെന്ന് തോന്നുന്നു. എനിവേ ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് പെർഫോമൻസ് പ്രതീക്ഷിക്കാം. BGM കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അൾട്രാ സെറ്റിംഗ്സിൽ 40 FPS കളിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം സ്റ്റേബിൾ ഗെയിം പ്ലേ കിട്ടുന്നുണ്ട് ബഡ്ജറ്റ് കാറ്റഗറിയുടെ പോയിന്റ് ഓഫ് വ്യൂ. ഹീറ്റിംഗ് കുറവായിരുന്നു കേട്ടോ. കാരണം മീഡിയാടെക്കിന്റെ ഹീലിയോ G90 സീരീസിലുള്ള ഏത് ചിപ്സെറ്റ് ആണെങ്കിലും കുറേ നേരം കളിക്കുമ്പോൾ ഹീറ്റിംഗ് നല്ലോണം വരുന്ന ചിപ്സെറ്റുകളാണ്. G90 ആണെങ്കിലും 90T, 95, 96 എല്ലാത്തിലും ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഹീറ്റിംഗ് കുറവായിരുന്നു. ഞാൻ ഹീറ്റിംഗ് അത്രമാത്രം ഭയങ്കരമായ ഹീറ്റിംഗ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ഉണ്ട് വിത്ത് MIUI 13. അതിന്റെ മേളിൽ പോക്കോ ലോഞ്ചർ ഉണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ അൺബോക്സ് ചെയ്ത പോക്കോയുടെ ഫോൺസ് ഉണ്ടല്ലോ, മിഡ് റേഞ്ച്, പ്രീമിയം മിഡ് റേഞ്ച് ബഡ്ജറ്റ് ഫോൺസ്, അതിൽ ഞാൻ കുറച്ചും കൂടി ബെറ്റർ സോഫ്റ്റ്വെയർ സ്റ്റെബിലിറ്റി നോട്ടീസ് ചെയ്തു. അത് Android 12 കാരണമാണോ അതോ MIUI 13 ആണോ എന്താണെന്ന് അറിയില്ല, പക്ഷേ കുറച്ചും കൂടി ബെറ്റർ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. നോർമലി സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷവോമി അല്ലെങ്കിൽ പോക്കോയുടെ ഫോൺസ് ലോക്ക് ചെയ്ത് കുറേ നേരം ഇങ്ങനെ വെച്ചിരിക്കുകയായിരിക്കും, ലോക്ക് ചെയ്ത്, എന്നിട്ട് പെട്ടെന്ന് എടുത്ത് അൺലോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ ആ ഒരു ചെറിയ രീതിയിലുള്ള സ്റ്റട്ടറും ലാഗൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്തിരുന്നു പണ്ട്. ഇപ്പോൾ അത് കുറവാണ്. സോ അവർ കുറച്ചും കൂടി അതിൻ്റെ മേളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 22.5 വാട്ടിൻ്റെ ചാർജർ ആണെങ്കിലും 18 വാട്ടിൻ്റെ ചാർജിങ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ ഈസിലി 2-2.5 മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ആവാൻ. IR ബ്ലാസ്റ്ററിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. FM റേഡിയോ കൊടുത്തിട്ടുണ്ട്. കാരിയർ എഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ഇപ്പോൾ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇവിടെ മാത്രമല്ല കേട്ടോ, ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെന്റിൽ മാത്രമല്ല, ബഡ്ജറ്റ്, മിഡ് റേഞ്ച്, പ്രീമിയം, ഈവൻ ഫ്ലാഗ്ഷിപ്പ് ലെവൽ വരെ ഇതന്നെയാണ് നടക്കുന്നത്. iPhone 14. ഓക്കെ, എനിവേ, സോ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കഴിഞ്ഞ വർഷം എടുത്തിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഈ ഫോണിൻ്റെ കഴിഞ്ഞ പതിപ്പാണ് M3, പോക്കോ M3. ആ പോക്കോ M3 എടുത്തിട്ട് ചെറിയ മാറ്റങ്ങളെ കൊണ്ടുവന്ന് ഒരു പുതിയ പ്രൊസസ്സറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ അടിമുടി മാറ്റം ഒന്നും പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന മിക്ക എല്ലാ ഫോൺസും അങ്ങനെ ആയിരിക്കും. ഇനി കുറേ ഫോൺസ് അങ്ങനെ വരാനുണ്ട്. സോ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നെക്സ്റ്റ് വെർഷൻ ഇറക്കും. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് അറിയില്ല, ലോഞ്ചിന് മുന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓഫറൊക്കെ ചേർത്ത് മിക്കവാറും 12 രൂപ 12,000 റുപ്പീസിൻ്റെ താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ മേളിലേക്ക് പോയാൽ പിന്നെ പോക്കോയുടെ തന്നെ പോക്കോ M4 Pro 4G കിടപ്പുണ്ട്, 14,000 റുപ്പീസിൽ വരുന്നുണ്ട്. ഓഫർ സമയത്തൊക്കെ 13,000 റുപ്പീസിലും കിട്ടും. പിന്നെ റെഡ്മിയുടെ റെഡ്മി നോട്ട് 11 SE ഒക്കെ വരുന്നുണ്ട്. അതിലെല്ലാം AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇവിടെ IPS LCD പാനലാണ്. സോ പോക്കോ ഈ ഒരു ഫോൺ നല്ല എഗ്രസീവ്, പോക്കോ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല എഗ്രസീവ് പ്രൈസിങ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ച് വേണം നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ. ഓക്കെ, ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.